ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സാർ. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ ഞാനൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിക്കെതിരെ വന്നിരിക്കുന്ന പുതിയ ഒരു കേസിനെ കുറിച്ച്. കേസ് നൽകിയിരിക്കുന്നത് GST ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് ഇവരുടെ ആദ്യമായി എടുത്ത ആ ഒരു കേസിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കേസാണ്. അപ്പോൾ അത് ഒരു പക്ഷേ അതിൻ്റെ ആദ്യത്തെ വാദം എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇവരുടെ വക്കീൽ നാളെ ഹാജരാവാൻ സാധ്യതയില്ല. അപ്പോൾ നാളത്തേക്ക് പോസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാര്യം വീണ്ടും അവതാളത്തിലാവും. അപ്പോൾ അവർ കേസിൽ ഇപ്പോൾ കോടതിയിൽ ഇവരെ കൊണ്ട് പറയിപ്പിക്കും എങ്ങനെയാണ് ഈ 700 കോടി ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് പറയും? 700 കോടിയല്ല, അതിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത് വെറും 33 കോടിയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ കണക്കുകൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വാദിച്ചു കഴിഞ്ഞാൽ ഇവർ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ എടുക്കുന്ന നികുതികളൊന്നും അടയ്ക്കാതെ ഇങ്ങനെ മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സമാഹരിച്ച പണമാണ് ഇത്. GST രജിസ്ട്രേഷൻ വഴി പല കടലാസ് കമ്പനികൾ വഴി സമാഹരിച്ച പണമാണെന്ന് ഇവർക്ക് കോടതിയിൽ പറയേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ബഡ്സ് അതോടുകൂടി തീരും. അന്വേഷണം വേണ്ട, ഒന്നും വേണ്ട. ഇവർ കോടതി തന്നെ പറയുകയാണ് അല്ലേ, നമ്മൾ ഒരാളെ കുത്തിക്കൊന്നു എന്ന് കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? വേറെ അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെയും ഇവർ വളച്ചൊടിക്കുന്നത് ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് GST വകുപ്പ് കൊണ്ടുവരുന്ന ഒരു കേസാണെന്നാണ്. ഇവരുടെ കയ്യിൽ ഇവർ 75 കോടി ഇനിയും അടക്കാനുണ്ട്, 75.5 കോടി ഇനിയും അടക്കാനുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ 212 കോടി ഉണ്ടെന്നും അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 76 കോടി രൂപ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുമാണ് GST വകുപ്പ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തേച്ചും ED അങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി നമുക്ക് 75.5 കോടി നമുക്ക് തന്നിട്ട് ബാക്കി കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ GST വകുപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇവർ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല, ബാക്കി പണമടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് GST ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രത്തെ പോലെ, ഏതോ ഒരു ആന ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം. അതിൻ്റെ ആൾ നമ്മൾ തന്നെയാണ്. അതുപോലെയാണ് ഹൈറിച്ചോളികൾ പറയുന്നത്. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അതും നമ്മൾ തന്നെയാണ്, നമ്മൾ പറഞ്ഞിട്ടാണ് അതൊക്കെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ്. എന്താണ് അവസ്ഥ? ഇതൊക്കെയാണ് അവസ്ഥ. ബൈ.